ഈ വീഡിയോയിൽ നമ്മൾ എൻകാപ്സുലേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഈച്ച് ലെയർ യൂസസ് എൻകാപ്സുലേഷൻ ടു ആഡ് ദ ഇൻഫർമേഷൻ ഇറ്റ്സ് ബിറർ നീഡ്സ് on receiving system. The network layer adds a header to information it receives from the transport at the center and passes the whole unit down to the data link layer. At the receiver, the network layer looks at the control information, usually a header in the data receives from the data link layer and passes the remainder up to the transport layer for further processing. This is called encapsulation because one layer has no idea what the structure or meaning of PDU is at the other layer. The transport layer links the upper and lower layer together. This layer can be used to make sure that what was sent was received and what was sent is useful to the receiver. The process of encapsulation makes the whole architecture workable. Encapsulation of one layer information inside another layer is a key part of how TCP/IP works. അപ്പം എൻകാപ്സുലേഷനിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഓരോ ലെയർ വൈസ് ആണ് എന്താക്കുക ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ലെയർ വൈസ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഓരോ ലെയറും എന്താക്കും ഇൻഫർമേഷനിൽ ഒരു എൻകാപ്സുലേഷൻ ഓരോ ലെയറിലും ആഡ് ചെയ്യും. അതായത് എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ ഒരു കവറിങ് ആണ് ജസ്റ്റ് ഉദ്ദേശിക്കുന്നത്. എൻവലപ്പ് എന്നൊക്കെ നമ്മൾ പറയൂലേ, നമ്മൾ ആ എൻവലപ്പിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ കത്തിട്ടിട്ട് നമ്മൾ അയക്കുക. അതേ കാര്യം തന്നെയാണ് ഇവിടെ എൻകാപ്സുലേഷനിൽ പറയുന്നത്. അപ്പം നെറ്റ്വർക്ക് ലെയർ എന്താ ചെയ്യുക, അതിന് കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു ഹെഡർ ആഡ് ചെയ്യും. അതിപ്പം നെറ്റ്വർക്ക് ലെയറിൻ്റെ ഇൻഫർമേഷൻ നെറ്റ്വർക്കിൽ നിന്ന് എവിടെ നിന്നാണ് കിട്ടുക, ട്രാൻസ്പോർട്ട് ലെയറിനായിരിക്കും കിട്ടുക. ട്രാൻസ്പോർട്ടേഷൻ സെൻഡ് ചെയ്തതായിരിക്കും ആ ഇൻഫർമേഷൻ എന്താക്കും ഒരു ഹെഡർ ആഡ് ചെയ്തിട്ട് ആ ഹോൾ ഡാറ്റേനെ അതെന്താക്കും അതിൻ്റെ നെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് എന്താക്കും അത് പാസ് ചെയ്യും. അപ്പോൾ അത് നെറ്റ്വർക്ക് ലെയർ അറ്റ് ദ റിസീവർ ദ നെറ്റ്വർക്ക് ലെയർ ലുക്സ് ദ കൺട്രോൾ ഇൻഫർമേഷൻ ആൻഡ് യൂഷ്വലി ഇൻ ഹെഡർ. അത് കഴിഞ്ഞിട്ട് എന്താക്കും ഡാറ്റ receives from data link layer and passes the remainder to transport layer for further processing. അതെന്ത് ചെയ്യും, അടുത്ത ലെയർ ട്രാൻസ്പോർട്ട് ലെയറിന് കൊടുക്കും. എന്നിട്ട് ഫർദർ പ്രോസസ്സിങ് ആ ഹെഡർ എന്താ നോക്കും, ആ ഹെഡർ നോക്കിയിട്ട് അതെന്താക്കും അടുത്ത ലെയറിലേക്ക് എന്ത് ചെയ്യും പാസ് ചെയ്യും ബാക്കിയുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഒരു ലെയറിന് മറ്റേ ലെയറിലേക്ക് പാസ് ചെയ്ത് പോകുമ്പം ആ ലെയറിന് എക്സാക്ട്ലി അറിയില്ല എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് എന്താണ് അറിയില്ല. ഓർ ദ മീനിങ് ഓഫ് PDU അറ്റ് ദ അതർ ലെയേഴ്സ്. എന്താ മീനിങ് ഓഫ് PDU എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ്. അതിൻ്റെ ഉള്ളിൽ എന്താണ് ആ മെസ്സേജ് എന്താണെന്നുള്ള കാര്യം എന്താണ് അത് അറിയില്ല. അതായത് ഓരോ ലെയർക്കും ആ മെസ്സേജ് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യില്ല, അത് അൺറാപ്പ് ചെയ്ത് നോക്കില്ല. അത് അതേപോലെ എന്താക്കും അത് ഹെഡർ മാത്രം നോക്കിയിട്ട് എന്താക്കും അടുത്ത ലെയറിന് പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. എൻഡ് യൂസർ ആരാണോ അവർ മാത്രമേ എന്താക്കുള്ളൂ അൺറാപ്പ് ചെയ്ത് നോക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു എൻവലപ്പിൻ്റെ ഉള്ളിൽ നമ്മളൊരു കത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന അതേ ഒരു സിസ്റ്റം അല്ലെ അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞതാണ് ദ ട്രാൻസ്പോർട്ട് ലിങ്ക് ലെയർ ലിങ്ക്സ് ദ അപ്പർ ആൻഡ് ലോവർ ലെയേഴ്സ് ടുഗദർ. ട്രാൻസ്പോർട്ട് ലിങ്കിൻ്റെ അപ്പർ ലെയറേയും ലോവർ ലെയറും അതെന്താക്കുക ഒരുപോലെ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രാൻസ്പോർട്ട് ലിങ്ക് ലെയറിൻ്റെ അപ്പർ ലെയർ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് ലിങ്ക് ലെയറിൻ്റെ നെറ്റ്വർക്കും സീസൺ ലെയറും അത് രണ്ടിനും എന്താക്കും ഒരുപോലെ അത് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതെന്താക്കും അതിന് കിട്ടിയ ഹെഡറുള്ള ഇൻഫർമേഷൻ അത് അടുത്ത ലെയറിലേക്ക് അൺറാപ്പ് ചെയ്യാൻ തന്നെ എന്താക്കുക ചെയ്യുന്നത് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ദിസ് ലെയർ ക്യാൻ ബി യൂസ് ടു മേക്ക് ഷുവർ ദാറ്റ് വാട്ട് വാസ് സെൻറ്റ് വാസ് റിസീവ്ഡ് ആൻഡ് വാട്ട് വാസ് സെൻറ്റ് ഈസ് യൂസ്ഫുൾ ടു ദ റിസീവർ. എന്താണോ സെൻഡ് ചെയ്തത് അതെന്താ റിസീവറിന് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായി, റിസീവർ മാത്രമേ അത് എന്താക്കുള്ളൂ അത് തുറന്ന് നോക്കുള്ളൂ. ദ പ്രോസസ് ഓഫ് എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ എന്താണ് മേക്ക് the whole architecture workable. The encapsulation of one layer information inside the other layer is a key part of how TCP/IP works. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഹെഡർ ആഡ് ചെയ്ത് കൊടുക്കും നമ്മൾ ഇൻഫർമേഷന്. സിമ്പിളാണിത്. നമ്മൾ സാധാരണ നമ്മൾ എൻവലപ്പ് ആലോചിക്കുക, എൻവലപ്പിൻ്റെ ഉള്ളിൽ കത്തിട്ടിട്ടാണ് നമ്മൾ അയക്കുക. അതിൻ്റെ മുകളിൽ അഡ്രസ്സ് മാത്രം നോക്കിയിട്ടാണ് പോസ്റ്റ്മാൻ നമുക്ക് എന്ത് ചെയ്ത് കൊണ്ട് തരിക. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളെന്താണ് ആരാണോ അയക്കുന്ന സെൻഡർ ഓൾറെഡി ഒരു അഡ്രസ്സ് വെക്കും, ഒരു ഹെഡർ ആഡ് ചെയ്യും. ആ ഹെഡർ എന്ന് വെച്ചാൽ സ്വീകരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ അയാളുടെ അടുത്ത് എത്തുന്നവരെ എന്താക്കും ഓരോ ലെയറും ഇത് പാസ് ചെയ്തപ്പം ഒരിക്കലും അതിനുള്ളിലുള്ള ഇൻഫർമേഷൻ അൺറാപ്പ് ചെയ്ത് നോക്കൂല. അത് പാസ് ചെയ്ത് ഹെഡർ നോക്കി പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക.
The primary job of Internet Protocol is the delivery of data between the devices over an internet network. On its journey between two hosts in the internet, the data may travel across many physical networks. To help ensure that the data is sent and received properly, it is encapsulated within a message called an IP datagram. This IP datagram includes several fields that help manage the operation of IP and ensure the data gets where it needs to go. അതായത് നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഈ ഡാറ്റ സെൻഡർ റിസീവർ എടുത്ത് എത്തുന്നവരെ ഒരുപാട് ജേണി ചെയ്തിട്ടായിരിക്കും അത് എത്തുക, അല്ലെങ്കിൽ ഒരുപാട് ലെയർ പാസ് ചെയ്തിട്ടായിരിക്കും ഇത് ഇവിടെ എത്തുക. അത് ആ റിസീവറെ എടുത്ത് എത്തുക. അപ്പോൾ എന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, ആ ഡാറ്റ ഒരുപാട് ഇത് ട്രാവൽ ചെയ്തിട്ട് എക്രോസ് ആയിട്ടായിരിക്കും ഇത് എത്തുക. അപ്പോൾ എന്താണ്, ഈ ഡാറ്റ സെൻഡ് ചെയ്തത് കറക്റ്റായി പ്രോപ്പർലി റിസീവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്യാപ്സുലേഷൻ സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്, IP ഡാറ്റാഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിലെന്താണ് ഉണ്ടാവുക, കുറേ ഫീൽഡുകൾ ഉണ്ടാവും. അതായത് അത് മേക്ക് ഷുവർ ചെയ്യും നമ്മൾ സെൻറ്റർ അയച്ച ഡാറ്റ കറക്റ്റ് അതെവിടെയാണോ വേർ ഇറ്റ് നീഡ്സ് ടു ഗോ, അത് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ എത്തിച്ചേർന്ന്, അതായത് റിസീവർ എടുത്ത് കൈ കിട്ടിയ ശേഷം മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം അൺറാപ്പ് ചെയ്ത് നോക്കിയത്. മറ്റേതെന്താ ഹെഡർ നോക്കി ജസ്റ്റ് പാസ് ചെയ്തിട്ടേ ഉള്ളൂ ഓരോ ലെയറിലും. ആ കാര്യം ആർക്കാണോ ഇൻഫർമേഷൻ കിട്ടേണ്ടത് അയാൾക്ക് ആപ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്താക്കുക, എൻഷുർ ചെയ്യാം. അതാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൻ്റെ പ്രൈമറി ജോബ് തന്നെ നമ്മൾ പറയുന്നത്. One of the most important concepts in inter-protocol operation is that encapsulation. Most data originate within the higher layer of the OSI model. The protocols at these layers may pass data down to the lower layers for transmission, usually in the form of discrete messages. Upon receipt, each lower level protocol takes the entire content of message received and encapsulates it into a on message format, adding header and possibly footer to the contain important control information. One of the important concept of internet protocol operation എന്ന് പറയുന്നത് നമ്മളെ എൻക്യാപ്സുലേഷൻ ആണ്. മെയിനായിട്ട് ഡാറ്റ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹയർ ലെവൽ ഓഫ് OSI മോഡലിലാണ്. ഈ പ്രോട്ടോക്കോൾസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രോട്ടോക്കോൾസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ലെയറിന് മറ്റേ ലെയറിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ ചെയ്യുമ്പം ആ ഒരു ഇറർ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മെയിനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം ഈ മെസ്സേജസ് ഒക്കെ ഡിസ്ക്രീറ്റ്ലായിരിക്കും മെസ്സേജസ് എത്തുക. അത് കഴിഞ്ഞ് അവിടെ റിസിപ്റ്റൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, it takes the protocol that the entire content of message received and encapsulate it into an on message format and adding header and possibly footer to the content information. അതായത് അത് നമ്മൾ പറഞ്ഞ കുറേ പാർട്സ് ഡാറ്റാഗ്രാം, ചിലപ്പോൾ പാക്കറ്റ്സ് അതിനേക്കാൾ ചെറിയ ഡാറ്റാഗ്രാമിൻ്റെ ഫോമിൽ ഇങ്ങനെ ഇട്ടിരിക്കും മെസ്സേജസ് അയക്കുക. അവിടെ എത്തുമ്പോൾ ഡിസ്ക്രീറ്റ് ഫോമിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ആരാണോ ഒറിജിനൽ റെസിപ്റ്റൻ്റ് അയാളെടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യുക, ആ എൻക്യാപ്സുലേറ്റ് ചെയ്യുക, അതായത് അൺറാപ്പ് ചെയ്യുക മെസ്സേജ്. എന്നിട്ട് അതെന്താക്കും, മെസ്സേജിൻ്റെ ഫോർമാറ്റിൽ ഓർഡർ ആക്കിയിട്ട് എൻ്റയർ കണ്ടൻറ്റിന് നല്ല മെസ്സേജിൻ്റെ ഫോർമാറ്റിൽ ഓർഡർ ആക്കും. എന്നിട്ട് എന്താണ്, ഫൂട്ടറൊക്കെ വെച്ചിട്ട് ഈ മെസ്സേജിന് നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് യൂസർക്ക് പറ്റുന്ന രീതിയിൽ യൂസർക്ക് എന്താണ് ആരാണോ ആർക്കാണോ അയച്ചത് അവർക്ക് റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുക. A good analogy of how encapsulation work is comparison of sending a letter enclosed in an envelope. You might write a letter and put in a white envelope with a name and address, but if you gave it to a courier for overnight delivery, they would take that envelope and put it in a large delivery envelope. അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കൊറിയറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിങ്ങളൊക്കെ കൊറിയർ എന്തെങ്കിലും അയക്കാൻ മതി. അങ്ങനെ അയക്കുമ്പം എന്താണ് ചെയ്യുക, നമ്മൾ എന്താക്കും, ഒരു അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ആ കൊറിയർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ കൊറിയർക്കാരൻ എന്താക്കുമെന്ന് വെച്ചാൽ വേറെ വലിയൊരു എൻവലപ്പ് എടുക്കും. ആ എൻവലപ്പിലേക്ക് നമ്മൾ കൊടുത്ത സാധനം ഇട്ടിട്ട് ആ അഡ്രസ്സും ഇതൊക്കെ പുറത്തെഴുതും. എന്നിട്ട് ആ ഹെഡർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അയക്കുക. അങ്ങനെ അയച്ചു കഴിയുമ്പോൾ അത് ആദ്യത്തെ കൊറിയർക്കാരൻ വെച്ചത് റാപ്പ് ചെയ്യും. അതിനുള്ളിൽ നമ്മൾ വെച്ച സാധനം അത് റാപ്പ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ള മെസ്സേജ് എന്താ കറക്റ്റ് ആരാണോ
റെസിപ്റ്റൻ്റ് അയാൾക്ക് അത് കിട്ടും. അപ്പോൾ നമ്മൾ ആ എൻവലപ്പിനുള്ളിൽ കത്തിട്ട് അയക്കുന്ന അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ ഇൻ്റർനെറ്റ് വഴി നമ്മൾ മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ നമ്മളത് എൻക്യാപ്സുലേഷൻ ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പല ലെയറിലൂടെ പാസ് ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ വേറെ ലെയറിലുള്ളവരൊന്നും അത് അൺറാപ്പ് ചെയ്തിട്ട് വായിക്കില്ല. അത് ആർക്കാണോ ഹെഡർ ആർക്കാണോ വെച്ചിരിക്കുന്നത് അവർ മാത്രമേ അത് ചെയ്യുള്ളൂ. അത് അൺറാപ്പ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്യാനുള്ള അവകാശം അവർക്ക് ഉണ്ടാവുള്ളൂ.